സംവിധായകർ പിടിയിലായ കൊച്ചിയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് സംവിധായകരെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയത്. സമീർ താഹിറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ഫ്ലാറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ആളുകളൊന്ന് കഥ പറയാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇവരാൾക്ക് പരിചയമുണ്ട്, പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാളെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എന്താണ് സമീർ പറയുന്നത്? ഈ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഉദ്യോഗം ഇല്ല, സമീറിന് അതിൽ അറിവില്ലെന്നാണ് നമ്മൾ മനസ്സിലായത്. നിലവിൽ ഈ സമീറിന്റെ അറസ്റ്റ് അല്ല, അത് സമീറാണ് എന്ത് ചെയ്ത് ഇത് ഈ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മുസ്തഫ, നേരത്തെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയായിരുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഉദ്യോഗസ്ഥർ എന്താണ് പറയുന്നത്? ദീന, അല്പസമയം മുമ്പാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളെ കണ്ടത്. പ്രധാനമായും NDPS ആക്ടിലെ 25 പ്രകാരമുള്ള കേസാണ് ഇപ്പോൾ സമീർ താഹിറിനെ ചുമത്തിയിരിക്കുന്നത്. അതായത് ലഹരി ഉപയോഗത്തിനുള്ള ഒരു താവളം ഒരുക്കുക എന്നുള്ള വകുപ്പ് പ്രകാരം. അതായത് ഈ കേസിൽ ഇയാളുടെ കൂടി അറസ്റ്റോടുകൂടി ഈ കേസിൽ 1.63 ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ നിലവിൽ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി 5ാമത് ഒരാളുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുന്നത് പോലീസ് എക്സൈസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാക്കനാട് പരിസരത്തുള്ള ഒരാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഈ കേസിൽ പൂർണ്ണമായും അന്വേഷണം പൂർണ്ണമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ച ഈ 2 പേരും സിനിമാ സംവിധായകരായ ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഉൾപ്പെടെയുള്ള 3 പേരാണ് 1.63 ഹൈബ്രിഡ് കഞ്ചാവുമായി അറസ്റ്റിലാകുന്നത്. തുടരന്വേഷണത്തിലാണ് മറ്റൊരാളിലേക്ക് കൂടി അന്വേഷണം നീളുന്നത്. ഈ ഷാലിഫിന് ആരാണ് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്നും മുഹമ്മദ് മുജ്തബ നൽകിയത്.